ജീവനാശവും അതുപോലെ തന്നെ പരിസ്ഥിതി നാശവും സംഭവിച്ച ഒരു വലിയ ദുരന്തമായിട്ട് വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും മാറിയിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ആ സമൂഹത്തിന് വലിയ പിന്തുണ നൽകാനും അവരെ രക്ഷിക്കാനുമെല്ലാമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ അഭ്യർത്ഥന കേരളീയ സമൂഹത്തോടായിട്ട് വന്നത്. അത്തരമൊരു അഭ്യർത്ഥനയെ പല നിലയിൽ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അതിനോട് പ്രതികരിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തെ വീണ്ടെടുക്കാനും കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ അകപ്പെട്ട ജനതയ്ക്ക് ആശ്വാസം നൽകാനും സംരക്ഷണം നൽകാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് 1,00,000 രൂപ ശ്രീകൃഷ്ണപുരത്ത് ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്ന ശ്രീ മൊയ്തു അദ്ദേഹം ഇവിടെ സംഭാവനയായി നൽകിയിരിക്കുകയാണ്. നാടിനെ സംബന്ധിച്ച് സമൂഹത്തെ സംബന്ധിച്ച് ഒരു നല്ല സന്ദേശമാണ് നൽകുന്നത്. സംഖ്യയുടെ വലുപ്പം പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യം ഇത്തരത്തിൽ നാട് നേരിടുന്ന പ്രകൃതി ദുരന്തം ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളോട് എങ്ങനെയായിരിക്കണം നാം പ്രതികരിക്കേണ്ടത് എന്നും നാം പെരുമാറേണ്ടത് എന്നും ഇടപെടേണ്ടത് എന്നതിനുമുള്ള മികച്ച ഒരു നല്ല പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് 1,00,000 രൂപ സഹായധനമായിട്ട് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം അറിയിച്ചത് മൊയ്തു സാഹിബ് ഇവിടെ ശ്രീകൃഷ്ണപുരത്ത് സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ശ്രീകൃഷ്ണപുരത്ത് അവർ പരിചയപ്പെടുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുകൂടിയാണ്. കിഴിയക്കളം എന്ന് പറഞ്ഞ ഒരു വീടുണ്ടായിരുന്നു, ഒരു ജമ്മി വീട്. അവിടെ ഒരു കല്ലുമ്മ, അമ്മിനിയമ്മ, ചിന്നമ്മ, 3 അമ്മമാരുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ജോലിക്ക് പോയിരുന്ന ഒരു ജമ്മി കുടുംബമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലും ഒരു ഭക്ഷണം തന്നിട്ട് പറഞ്ഞു വിടാറുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഓർമ്മ തന്നെയാണ് ഇത്രയും പ്രവർത്തനങ്ങൾക്ക് എനിക്ക് പ്രചോദനമാകുന്നത്. പിന്നെ ഒരു കച്ചവടക്കാരനെ എന്ന നിലയ്ക്ക് എനിക്ക് അനാവശ്യമായ ചെലവുകളൊന്നുമില്ല, ഒരു നിലപാടുണ്ട്. അതുമാതിരി പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കാറ്. പരസ്യങ്ങൾക്ക് അത്ര കൊടുക്കാറില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായി പോകുന്നു. വളരെയേറെ സന്തോഷം. ഇത്രയും പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബഹുമാനപ്പെട്ട സാറിനും MLA സാറിനും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്